Hello everyone, good evening. Welcome back to PT Live Session conducted by Teachers Academy and I am Farzana Rizwan. So today we are going to discuss regarding Speakathon, that is how to boost your fluency score with our special Speakathon technique. Okay. സോ സ്മാർട്ടായിട്ട് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്ലുവൻസി കയറി വരും. സോ വാട്ട് ആർ വി ഡൂയിങ് ഹിയർ അല്ലെങ്കിൽ വാട്ട് ഇസ് സ്പീക്കത്തോൺ എന്നൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവ് സെഷൻ. സോ ലെറ്റ് മീ വെയിറ്റ് ഫോർ അതേഴ്സ് ഓൾസോ ടു ജോയിൻ. Yes, so many of you are struggling like when you are speaking, നമുക്ക് ഇടയ്ക്ക് ഒരു ഹെസിറ്റേഷൻ വരാം ബിക്കോസ് പ്രോപ്പർ ആയിട്ടുള്ള വൊക്കാബ്സ് ഇല്ല അല്ലെങ്കിൽ വാട്ട് യു ഹാവ് ടു സേ എന്നുള്ളതിൽ ക്ലാരിറ്റി ഇല്ല. ഇൻ ദാറ്റ് കേസ് നമുക്ക് ഹെസിറ്റേഷൻസ് വരാൻ ചാൻസ് ഉണ്ട് വൈൽ സ്പീക്കിംഗ്. സോ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി എഫക്റ്റ് യുവർ ഫ്ലുവൻസി സ്കോർ, ഇസ്ന്റ് ഇറ്റ്? അതുപോലെ തന്നെ ലോങ് പോസസ്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഷോർട്ട് പോസസ് ആണെങ്കിലും ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി എഫക്റ്റ് യുവർ ഫ്ലുവൻസി. ആൻഡ് ഫില്ലേഴ്സ് ലൈക്ക് സെയിങ് ഇങ്ങനെയുള്ള ഫില്ലേഴ്സ് നമ്മൾ സ്പീക്കിങ്ങിൽ ആഡ് ചെയ്യുവാണെങ്കിലും നമ്മുടെ ഫ്ലുവൻസിയുടെ സ്കോർ എന്താകും, താഴോട്ട് പോകും. പിന്നെ നമുക്ക് മൈക്രോഫോണിൽ പ്രോപ്പറായിട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വേർഡ്സ് പോലും പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്കിപ്പോൾ ഒരു ലെക്ചർ എടുക്കണം. അപ്പോൾ എനിക്ക് ആ ഒരു ലെക്ചറും കാര്യങ്ങളും ഒക്കെ ഞാൻ ശരിക്കും പഠിച്ചിട്ട് വന്നേക്കുക. പക്ഷേ എനിക്ക് സ്റ്റുഡൻസിനെ ഫേസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. എങ്കിൽ എനിക്കിത് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുമോ? നോ, അല്ലേ? സോ കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ശരിക്കും പറഞ്ഞാൽ സ്പീക്കിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ആ മൈക്രോഫോൺ കിട്ടുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് വി നീഡ് കോൺഫിഡൻസ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ്. മിക്ക സ്റ്റുഡൻസും നമുക്ക് സ്പീക്കിങ്ങിന് വരുമ്പോൾ അറിയാം, മാം റെക്കോർഡ് ചെയ്യണ്ട, ഞാൻ വേണമെങ്കിൽ മാമിനൊന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു തരാം, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ പിന്നെ മൈക്രോഫോണിൽ റെക്കോർഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഭയങ്കര ഓക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. അത് കഴിഞ്ഞ് മൈക്രോഫോൺ ഓൺ ആകുമ്പം എല്ലാം നല്ലോണം പറഞ്ഞൊരു സ്റ്റുഡൻ്റ് ആയിരിക്കും, പക്ഷെ മൈക്രോഫോൺ ഓൺ ആകുമ്പോൾ എന്താക്കും? വീണ്ടും ഡൗൺ ആകും. ഓക്കെ, സോ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്പീക്കിങ്ങിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, ഇപ്പം സ്പീക്കിങ്ങിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഡിസ്ക്രൈബ് ഇമേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റീറ്റെൽ ലെക്ചർ. ഡിസ്ക്രൈബ് ഇമേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ വേരിയസ് ടൈപ്സ് ഓഫ് ഇമേജസ് വരുമ്പം നമുക്ക് വിത്തിൻ ദാറ്റ് സെക്കൻഡ്സ് ഇത്ര സെക്കൻഡ്സിൽ പറയണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്, അല്ലേ? അപ്പം ടൈം കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് മിക്ക സ്റ്റുഡൻസിനും ആക്ച്വലി ഒരു കൺസേൺ ആണ്, ഇന്ന ടൈമിനുള്ളിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിയുമോ, ഇന്ന ടൈമിനുള്ളിൽ എനിക്ക് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്തൊക്കെ, അങ്ങനെയുള്ള വറീസ്. പിന്നെ ഞാൻ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിലിട്ട് മലയാളത്തിൽ പറയുന്ന അതേ സംഭവത്തിനെ കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷിലോട്ടാക്കുമ്പോൾ അത് ശരിയാവുമോ, അങ്ങനെയുള്ള ചില ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും കൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ഡൗൺ ആയാൽ നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഡിഫിക്കൽറ്റി ഇൻ ഓർഗനൈസിങ് തോട്ട്സ് ക്വിക്ക്ലി. നമുക്ക് റാൻഡമായിട്ട് ഓക്കെ ഈ ഇമേജിൻ്റെ അത് പറയാം ഇത് പറയാം അങ്ങനെ ഇങ്ങനെ കുറേ ഐഡിയാസ് ഉണ്ട്, പക്ഷെ അത് പ്രോപ്പറായിട്ട് എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതിലൊരു ക്ലാരിറ്റി ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ സ്പീക്കിംഗ് സെക്ഷനിൽ മാത്രം സ്കോർ കുറവ്, ബാക്കി റീഡിങ് സ്കില്ല് നോക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ റൈറ്റിംഗ് ലിസ്ണിങ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എന്താ സ്കോർ ഉണ്ട്, പക്ഷേ സ്പീക്കിങ്ങിൽ സ്കോർ ഇല്ല. സ്പീക്കിങ്ങിൽ സ്കോർ ഇല്ലാത്ത കാര്യം എന്താ? ഫ്ലുവൻസി ഇല്ലാത്തതുകൊണ്ട്. ഫ്ലുവൻസി ഇല്ലാത്ത കാര്യം എന്താ? ഈ പറഞ്ഞ കണക്ക് സ്പീക്ക് ചെയ്യുമ്പോൾ ഹെസിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അൺവാണ്ടഡ് ആയിട്ടുള്ള ഫീലിയേഴ്സ്, അല്ലെങ്കിൽ നിർത്തി പറയുന്നു, ലോങ് പോസസ് വരുന്നു, പിന്നെ നമുക്ക് ഒരു കാര്യം അങ്ങോട്ട് പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ പറയേണ്ടതൊക്കെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? സ്പീക്കിങ്ങിൽ മാർക്ക് കുറയുന്നു. അതുകൊണ്ടാണ് മിക്കവർക്കും സ്പീക്കിംഗ് മൊഡ്യൂൾ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി തോന്നുന്നത്. പക്ഷേ ഈ സ്പീക്കിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു മൊഡ്യൂൾ അതിപ്പം PT മാത്രമല്ല, OET ആയിക്കോട്ടെ, IELTS ആയിക്കോട്ടെ, രണ്ടിനും എല്ലാ സ്റ്റുഡൻസും ഇങ്ങനെ ഒരേപോലെ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ഏതൊരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് വരുമ്പോൾ സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന് പൊതുവേ പേടിയാണ്. പക്ഷേ നമ്മൾ ഈ IELTS OET ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും PT എളുപ്പമാണ്. അതായത് AI ചില ട്രിക്സും കാര്യങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ ചില ടാസ്കുകൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ,
സോ വൈ ഫ്ലുവൻസി ഇസ് എ മേജർ ചാലഞ്ച് ഇൻ പി ടി. എങ്ങനെയാണ് ഈ ഫ്ലുവൻസി നമ്മുടെ പി ടി സ്പീക്കിങ്ങിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി പി ടി ഫുള്ളി എ എസ് കോഡ് അല്ല, ഇപ്പോൾ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വരുന്നുണ്ട്. അവരവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്മൂത്ത് ഫ്ലോ ഓഫ് സ്പീച്ച്. അതായത് ഇവിടെ സ്മൂത്ത് ഫ്ലോ ഓഫ് സ്പീച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ സംസാരിക്കുമ്പോൾ ഹമ്മിങ്സ് അല്ലെങ്കിൽ പോസസ് വരാൻ പാടില്ല. ഓക്കെ, അതായത് പ്രോപ്പർ ആയിട്ടൊരു ഫ്ലോയിൽ നമ്മൾ സംസാരിക്കണം. പിന്നെ വരുന്നത് പ്രൊനൗൺസിയേഷൻ ക്രൈറ്റീരിയ. പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉച്ചാരണം. ഓക്കെ, പ്രോപ്പർ ആയിട്ട് നമ്മൾ വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെയാണ് നാച്ചുറൽ പേസ്. അതായത് വി ഷുഡ് മെയിൻറ്റെയിൻ എ പ്രോപ്പർ ടോൺ. ഭയങ്കര മൊണോട്ടോണസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എന്തോ വായിക്കുന്നു അല്ലെങ്കിൽ എന്തോ കേൾക്കുന്നു അങ്ങനെ ഒരു ഇത് വരാതെ പ്രോപ്പറായിട്ട് ടോൺ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വേണം സംസാരിക്കാൻ. എങ്കിലേ നമുക്ക് ഫ്ലുവൻസിക്ക് സ്കോർ കയറുള്ളൂ. പിന്നെ അൺനെസസറി ആയിട്ടുള്ള പോസസ് യു ഷുഡ് നോട്ട് മേക്ക്. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് വരേണ്ടടുത്തും കോമ വരേണ്ടടുത്തും പോസസ് വരുന്നത് ഇറ്റ്സ് നാച്ചുറൽ. ബട്ട് ചുമ്മാ ഇങ്ങനെ നിർത്തി പറയുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്ലുവൻസിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ, പോസസ്, ഹമ്മിങ്സ് അല്ലെങ്കിൽ ടോൺ, ഇത് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്ലുവൻസിക്ക് സ്കോർ കയറത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലുവൻസി അല്ലേ ചലഞ്ചിങ് ആയിട്ട് സ്റ്റുഡൻസിന് ഫീൽ ചെയ്യാറ്. ഓക്കെ, സോ ഒരു കുഞ്ഞ് ഹെസിറ്റേഷൻസ് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യും? മാർക്ക് കുറയും. ഓക്കെ, so here we have a solution, and that is Speakathon. Okay, so let me introduce Speakathon. It is a structured fluency training program designed specifically for PT. So PT യുടെ AI-യുടെ ആ ഒരു കാര്യങ്ങളും ട്രിക്സും മനസ്സിലാക്കി നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ് Speakathon, especially for fluency. So you have to see fluency criteria എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് PT യിൽ നിന്ന് നമുക്ക് ഇതെന്ന് മനസ്സിലായി. ഈ ഹമ്മിങ്സും പോസസും ടോണും ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലുവൻസിക്ക് മാർക്ക് കയറത്തുള്ളൂ. അപ്പോൾ അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ടീച്ചേഴ്സ് അക്കാഡമിയിൽ വി പ്ലാൻ ടു സ്റ്റാർട്ട് Speakathon, ആൻഡ് ഇറ്റ് ഈസ് റിയലി ഹെൽപ്പിംഗ് ലോട്ട് ഓഫ് സ്റ്റുഡൻസ്. സോ ഐ വോണ്ട് ടു ടെൽ ദിസ് ടു എവ്രി വൺ. അതായത് നമുക്ക് ഇങ്ങനൊരു സെഷൻ വെച്ചതിന് ശേഷം സ്പീക്കിംഗ് ശരിക്കും എളുപ്പമാണ് സ്റ്റുഡൻസിന്. അവർക്ക് പ്രോപ്പറായിട്ട് ഫ്ലുവൻസിയുടെ സ്കോർ കയറുന്നതുകൊണ്ട് നല്ല രീതിയിൽ അവർക്ക് സ്പീക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. So let me tell you what we are actually doing. So daily structured ആയിട്ടുള്ള സ്പീക്കിംഗ് പ്രാക്ടീസ്. So you know we have reading module, listening module, writing module. Apart from that, സ്പീക്കിങ്ങിന് ഡെയിലി പ്രാക്ടീസ് കൊടുക്കും. സോ ഡെയിലി ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പം നിങ്ങളുടെ സ്പീക്കിംഗ് കൂടില്ലേ, നിങ്ങളുടെ ഫ്ലുവൻസി കൂടില്ലേ, ഫ്ലുവൻസിയുടെ സ്കോർ എന്തായാലും എന്താകും? കൂടും. സോ ഫ്ലുവൻസി ക്രൈറ്റീരിയ കയറി കഴിഞ്ഞാൽ എന്താക്കും? സ്പീക്കിങ്ങിനും സ്കോർ ഉണ്ടാവും. ഓക്കെ, ഇനി ടൈംഡ് ഫ്ലുവൻസി ഡ്രിൽസ്. ഇപ്പം ടൈംഡ് ഫ്ലുവൻസി ഡ്രിൽസ് എന്നിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡിസ്ക്രൈബ് ഇമേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എടുക്കാം. സോ ഡിസ്ക്രൈബ് ഇമേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇമേജ് തന്നിട്ടുണ്ടാവും. ആ ഇമേജിനെ പറ്റിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക? സ്പീക്ക് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ക്രൈബ് ഇമേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്ക്രൈബ് ഇമേജിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് ഇമേജസ് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഏതൊക്കെ ടൈപ്സ് ആണ് വരുന്നത് അതിനൊക്കെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അത് ഇപ്പോൾ മാപ്പ് ബേസ്ഡ് ആണെങ്കിൽ മാപ്പ് എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ള ക്ലാരിറ്റി പറഞ്ഞു കൊടുക്കും. സോ അങ്ങനെ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും. ആഫ്റ്റർ ദിസ് വിത്തൗട്ട് എനി ടൈം കൺസ്ട്രെയിൻസ് നമ്മൾ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഓക്കെ, വൺസ് ഇതും ഓക്കെ ആയി കഴിഞ്ഞാലാണ് റിയൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പി ടിയിലെ പോർട്ടലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം എന്താ? സ്ട്രക്ചർ ഉണ്ട്, ടൈം കൺസ്ട്രെയിൻ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ അവർ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ടൈം കൊടുത്ത് ഇത്ര സമയത്തുള്ളിൽ തീർക്കാന്ന് പറഞ്ഞാൽ അവർക്കത് എളുപ്പമായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി ഡു ഇൻ ടൈംഡ് ഫ്ലുവൻസി ഡ്രിൽസ്. പിന്നെ വരുന്നത് റിയൽ പി ടി സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും
എക്സാമിന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അത് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സോ കംപ്ലീറ്റ്ലി എക്സാം ബേസ്ഡ് ആണ്. പിന്നെ ആസ് യു ഓൾ നോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫീഡ്ബാക്ക്. അതായത് നമ്മളിവിടെ ഒരിക്കലും പോർട്ടലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, പോർട്ടലിൽ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു ട്രെയിനർ 1-to-1 കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ 1-to-1 ടെക്നിക്കാണ്, 1-to-1 സെഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. സോ ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴും ഫീഡ്ബാക്ക് നമ്മുടെ ട്രെയിനറിൻ്റെ അടുത്ത് നിന്നാണ് വരുന്നത്, നോട്ട് ഫ്രം ദ പോർട്ടൽ. ഓക്കെ, ദെൻ കോൺഫിഡൻസ് ബിൽഡിംഗ് എൻവയോൺമെന്റ്. സോ നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു ട്രെയിനർ നിങ്ങളുടെ കറക്ഷൻസ് പറഞ്ഞു തരാനും നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻസ്, ഈ പി ടിയിൽ എല്ലാ സ്റ്റുഡൻസും ഒരുപോലെ കേൾക്കുന്ന ഒരു വേർഡാണ് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, കീപ്പ് ഓൺ പ്രാക്ടീസിങ്. പ്രാക്ടീസിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് അതിൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ ഒരു ട്രെയിനറും കൂടെ ഉണ്ടെങ്കിൽ വി ക്യാൻ ബിൽഡ് കോൺഫിഡൻസ്. യാ, so this is what is happening in Speakathon. So it trains your brain to think and speak instantly. So ഈ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കും എന്താണ് സ്പീക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇമേജ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് സ്പീക്ക് ചെയ്യാൻ പറ്റും. സോ ഹൗ സ്പീക്കത്തോൺ ഇംപ്രൂവ്സ് ഫ്ലുവൻസി. സോ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്ട്രക്ചർ അറിയാം, ടൈം മാനേജ് ചെയ്യാൻ പഠിച്ചു, ഹമ്മിങ്സും പോസസും ഇല്ല, പിന്നെ എന്താ പറയുക, അൺവാണ്ടഡ് ആയിട്ടുള്ള ഫില്ലേഴ്സ് ഇല്ല, ഇത് ഇത്രയും ഉണ്ടെങ്കിൽ പിന്നെ ഫ്ലുവൻസിക്ക് സ്കോർ കയറില്ല അല്ലേ. സോ ഇവിടെ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്ന സ്പീഡ് കൂടും. എങ്ങനെയാണ്? ബിക്കോസ് നമ്മൾ ഓൾറെഡി സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടി. അപ്പം സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പം മാപ്പ് ആണെങ്കിൽ ഓക്കെ, മാപ്പിൻ്റെ സ്ട്രക്ചർ അറിയാം, പെട്ടെന്ന് പറഞ്ഞൂടെ. ഹെസിറ്റേഷൻസ് കുറയ്ക്കാൻ പറ്റും ബിക്കോസ് വി ആർ പ്രൊവൈഡിങ് വൊക്കാബ്സ് ആസ് വെൽ. പിന്നെ ഓട്ടോമാറ്റിക് സെൻറ്റൻസ് ഫോർമേഷൻ, ബിക്കോസ് സ്പീക്കത്തോണിൽ തന്നെ നമ്മൾ ഗ്രാമർ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ട്രെയിൻസ് യു ഫോർ AI സ്കോറിംഗ് പാറ്റേൺ, ബൂസ്റ്റ് കോൺഫിഡൻസ് ഇൻ ലൈവ് സ്പീക്കിംഗ്. ഓക്കെ, സോ ആദ്യം 1-to-1 ആയിട്ട് നിങ്ങൾ ട്രെയിനറായിട്ട് ആണ് സംസാരിച്ചെങ്കിൽ പിന്നെ നിങ്ങൾ പോർട്ടലിൽ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ എന്തായിരിക്കും, കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ടാവും. ഓക്കെ, സോ ബിഫോർ സ്പീക്കത്തോൺ ആൻഡ് ആഫ്റ്റർ സ്പീക്കത്തോൺ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനെ കിട്ടുമ്പോൾ എപ്പോഴും ബ്രോക്കൺ സെൻറ്റൻസസ് ആയിരിക്കും. അതായത് പ്രോപ്പറായിട്ട് സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നു, കണ്ടിന്യൂസ് ആയിട്ട് പോസസ് കൊണ്ടുവരുന്നു, ഡെലിവറി ചെയ്യാൻ കുറച്ച് നെർവസ് ആണ്, ബിക്കോസ് നമ്മൾ കുറച്ച് ജെല്ലായാലും അവർ സംസാരിക്കാറുള്ളൂ. പക്ഷേ ആഫ്റ്റർ ദ സ്പീക്കത്തോൺ കേസിൽ നമ്മൾ ട്രെയിനർ കംപ്ലീറ്റ്ലി സ്റ്റുഡൻ്റായിട്ട് എപ്പോഴും ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് നാച്ചുറലി അവരായിട്ടൊരു ഓക്കെ ആകുമ്പോഴേക്കും നാച്ചുറലി എന്താവും, കോൺഫിഡൻസ് കൂടും, റെസ്പോൺസസ് കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആകും, പിന്നെ സ്മൂത്ത് ആയിട്ട് സ്പീക്ക് ചെയ്യാനും പറ്റും ബിക്കോസ് ഓഫ് പ്രാക്ടീസ്. ഓക്കെ, സോ വൈ സ്പീക്കത്തോൺ ടെക്നിക്ക് എന്ന് ചോദിക്കുവാണെങ്കിൽ, PT ആസ്പിറൻസിന് ഫ്ലുവൻസി സ്കോർ കൂടണമെങ്കിൽ ഇതുപോലൊരു സ്പീക്കത്തോൺ ടെക്നിക്ക് ആവശ്യമാണ്. ഫ്ലുവൻസി കൂടിയാലേ നമുക്ക് സ്പീക്കിങ്ങിന് കൂടത്തുള്ളൂ. അപ്പോൾ സ്പീക്കിംഗ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂളാണ്. ആ ഒരു മൊഡ്യൂളിന് സ്കോർ ഇൻഡിവിജ്വൽ വേണം എന്ന് പറയുമ്പോഴും സ്പീക്കിങ്ങിന് മാർക്ക് വേണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം സ്പീക്കത്തോൺ ടെക്നിക്ക് കൊണ്ടുവന്നേക്കുന്നത്. സോ കംപ്ലീറ്റ്ലി ഒരു സ്കോറിംഗ് സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ടൈം പ്രഷറിൽ പ്രാക്ടീസ് ചെയ്യുന്നു, പിന്നെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ട്രാക്കിംഗ്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് നിങ്ങൾക്ക് മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും കൂടെ, അതും 1-to-1 ആയിരിക്കും. പിന്നെ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് പ്രാക്ടീസ്, ഇറ്റ് ഈസ് പെർഫോമൻസ് ട്രെയിനിങ്. ഓക്കെ, നിങ്ങളുടെ ഓരോ പെർഫോമൻസും മെൻറ്റേഴ്സ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. സോ ഇഫ് ഫ്ലുവൻസി ഈസ് യുവർ വീക്ക്നെസ്, Speakathon is your solution. For more details, you can visit our website. Speakathon-നെ പറ്റിയിട്ട് ഇത് ഞാനിപ്പോൾ പറഞ്ഞത് എനിക്ക് തോന്നുന്നു I took hardly 10 to 15 minutes, ബട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിലും, അതായത് ഇപ്പം ഞാനിപ്പോൾ ഓരോ പോയിന്റ്സ് ഇവിടെ പറഞ്ഞല്ലോ, ആ ഓരോ പോയിന്റ്സിലും വാട്ട് വി ആർ ഡൂയിങ് ടു ഇംപ്രൂവ് യുവർ ഫ്ലുവൻസി എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ഔട്ട് അവർ വെബ്സൈറ്റ്. സോ സ്റ്റാർട്ട് സ്പീക്കിംഗ് വിത്ത് കോൺഫിഡൻസ് ആൻഡ് സ്കോർ ഹയർ ഇൻ PT, എസ്പെഷ്യലി ഇൻ സ്പീക്കിംഗ് മൊഡ്യൂൾ. സോ ബാക്കി മൊഡ്യൂൾസിലും നമ്മൾ കുറേ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ടെക്നിക്സും ഞാൻ ഓരോ ലൈവിൽ പറഞ്ഞു തരാം. സോ ഇപ്പോൾ സമയം കളയാതെ നിങ്ങൾ വെബ്സൈറ്റിൽ പോയി നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാര്യം കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാവും. ഓക്കെ, സോ ഐ ഹോപ്പ് എവറിഥിങ് ഇസ് ക്ലിയർ ഫോർ യു. If you have
any queries, you can comment in the comment box. So I hope everything is clear. Thank you all for joining.